പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 59 കെമിക്കൽ ഫോമുല. നമ്മൾ ഈ കെമിക്കൽ ഫോമുല എഴുതുന്നതിന് മുമ്പ് നമുക്ക് വാലൻസി കണ്ടെത്താനുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് റെപ്രസെൻറ്റിംഗ് കോമ്പൗണ്ട്സ് വിത്ത് ദ സിംബൽസ് ഓഫ് എലമെൻറ്റ്സ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് NaCl, കാൽസ്യം ക്ലോറൈഡ് CaCl2, aluminum oxide Al2O3, etc. Chemical formula is a method of indicating the number of atoms in a molecule using symbols of elements. അതായത് നമുക്ക് കെമിക്കൽ ഫോമുല എഴുതാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കെമിക്കൽ ഫോമുല എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. കെമിക്കൽ ഫോമുല ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ യൂസിങ് സിംബൽ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ സിംബൽ ഉപയോഗിച്ച് അതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ആറ്റങ്ങളുടെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു കെമിക്കൽ ഫോമുല. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോമുല NaCl ആണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു സോഡിയം ഒരു ക്ലോറിനുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കെമിക്കൽ ഫോമുല എഴുതുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പേജ് നമ്പർ 60 ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ കോമ്പിനേഷൻ ഓഫ് മെഗ്നീഷ്യം ആൻഡ് ഫ്ലൂറിൻ. മെഗ്നീഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്യുന്ന ആ ടേബിളിൽ എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത് മെഗ്നീഷ്യം ആൻഡ് ഫ്ലൂറിൻ. Atomic number of magnesium is 12, electronic configuration 282, and the number of electron donated or accepted. അതായത് വാലൻസിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ആണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27. ഫ്ലൂറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമുക്ക് വാലൻസി കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ ഫോമുല എഴുതാൻ കഴിയും. ഇനി എങ്ങനെയാണ് കെമിക്കൽ ഫോമുല എഴുതുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ഫ്ലൂറിൻ ആറ്റംസ് ആർ റിക്വയർഡ് ടു റിസീവ് ദ ഇലക്ട്രോൺ ഡൊണേറ്റഡ് ബൈ മാഗ്നീഷ്യം. അതായത് ഇപ്പം മാഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്. മാഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്നീഷ്യം ഡൊണേറ്റ് ചെയ്യുന്ന 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എത്ര ഫ്ലൂറിൻ വേണമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കയ്യിലാണെങ്കിൽ എക്സ്ട്രാ 2 ഇലക്ട്രോൺ ഉണ്ട് താനും. അപ്പോൾ ഒരു ഫ്ലൂറിന് 1 ഇലക്ട്രോണും വേണ്ട സ്ഥിതിക്ക് 2 ഇലക്ട്രോൺ കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, മാഗ്നീഷ്യം മറ്റൊരു ഫ്ലൂറിനും കൂടെ ഇലക്ട്രോൺ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ മാഗ്നീഷ്യത്തിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ വേണം, ഇവിടെ എത്ര ഫ്ലൂറിൻ ആറ്റം വേണം, 2 ഫ്ലൂറിൻ ആറ്റം വേണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് മാഗ്നീഷ്യം ഫ്ലൂറൈഡ് 1 magnesium atom combines with 2 fluorine atom. Hence the chemical formula of magnesium fluoride will be MgF2. അതായത് മഗ്നീഷ്യത്തിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2 ഫ്ലൂറിൻ ആറ്റം ആവശ്യമുണ്ട്. അതാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് MgF2 എന്നാണ്. ലെറ്റ് us see how chemical formula can be derived from the valencies of atom. അതായത് ആറ്റത്തിൻ്റെ വാലൻസിയിൽ നിന്ന് എങ്ങനെയാണ് കെമിക്കൽ ഫോമുല ഡിറൈവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? അലൂമിനിയം ആൻഡ് ഓക്സിജൻ. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് അലൂമിനിയം. ഇവിടെ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ വാലൻസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാലൻസി കാണാൻ നമുക്ക് എന്ത് ചെയ്താം, 13 ആറ്റോമിക് നമ്പർ ആയതുകൊണ്ട് 283 ആണ്. അവിടെ വാലൻസി 3 ആണ് വരുന്നത്. The next, what is the valency of oxygen? Oxygen atomic number 8 ആണ്. സോ 26 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അതുകൊണ്ട് തന്നെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. റൈറ്റ് ദ സിംബൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ടുഗദർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ സിംബൽ ഓഫ് ദ എലമെൻറ്റ് ഹാവിങ് ലോവർ ഇലക്ട്രോനെഗറ്റിവിറ്റി കംസ് ഫസ്റ്റ്. അതായത് നമ്മൾ ഈ സിംബൽ അലൂമിനിയത്തിൻ്റെ സിംബൽ Al എന്നും ഓക്സിജൻ്റെ സിംബൽ O എന്നാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ഫോമുല എഴുതുന്ന സമയത്ത് ലോവർ ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അതായത് അലൂമിനിയം ഓക്സിജൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജനേക്കാൾ കുറവ് അലൂമിനിയത്തിനാണ്. അതുകൊണ്ട് അലൂമിനിയാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 2 സിംബലും അടുത്തായിട്ട് എഴുതുക, Al എന്നും O എന്നും എഴുതുക. ദെൻ ഇൻ്റർചേഞ്ച് ദ വാലൻസീസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ആൻഡ് റൈറ്റ് ദ മാസ് ബേസ് ഇൻഡെക്സ്. ഇപ്പോൾ നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ വാലൻസി കിട്ടിയത് 3 ആണ്, ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. ആ കിട്ടിയ വാലൻസീസിനെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓക്സിജന് കിട്ടിയ വാലൻസി അലൂമിനിയത്തിൻ്റെ ബേസ് ആയിട്ടും അലൂമിനിയത്തിൻ്റെ വാലൻസി ഓക്സിജൻ്റെ ബേസ് ഇൻഡെക്സ് ആയിട്ടും അല്ലെങ്കിൽ അടിയിൽ എഴുതുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഓക്സിജൻ്റെ വാലൻസി 2 ആയിരുന്നല്ലോ. അപ്പോൾ അത് അലൂമിനിയത്തിൻ്റെ അടിയിൽ എഴുതുന്ന സമയത്ത് Al2 എന്നും അലൂമിനിയത്തിൻ്റെ 3 എന്നുള്ള വാലൻസി ഓക്സിജൻ്റെ അടിയിൽ താഴെയായിട്ട് എഴുതുക. അപ്പോൾ Al2O3 എന്നാണ് വരിക.
From this you have understood that the chemical formula of aluminum oxide is Al2O3. അപ്പോൾ സിമ്പിളാണ് കെമിക്കൽ ഫോമുല എഴുതാൻ. ആദ്യം നമ്മൾ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അറ്റോമിക് നമ്പർ വെച്ച് നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ദെൻ അതിൽ നിന്ന് വാലൻസ് കണ്ടെത്തുക. ആ കിട്ടിയ വാലൻസിനെ ആദ്യം ആ കോമ്പൗണ്ടിൻ്റെ സിമ്പിൾസ് അടുത്തായിട്ട് എഴുതിയതിന് ശേഷം കിട്ടിയ വാലൻസിയെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഒരു എലമെൻറ്റിൻ്റെ വാലൻസി മറ്റേ എലമെൻറ്റിൻ്റെ അടിയിൽ ബേസ് ഇൻഡെക്സ് ആയിട്ട് വരുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് സിമ്പിളാണ് എഴുതാൻ. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കോമ്പൗണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും ആയിരിക്കും. റൈറ്റ് ദ സിമ്പിൾ ഓഫ് എലമെൻറ്റ്സ് ടുഗദർ കൺസിഡറിങ് ദെയർ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ രണ്ടിൻ്റെയും സിമ്പിൾ എഴുതാൻ. അപ്പോൾ നമ്മൾ CO എന്നാണ് എഴുതുക. കാർബണിൻ്റെ സിമ്പിൾ C എന്നും ഓക്സിജൻ്റെ സിമ്പിൾ O എന്നും നമുക്കറിയാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് വാലൻസി ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ദ വാലൻസി ഓഫ് കാർബൺ ഈസ് 4 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 2. അതായത് കാർബണിൻ്റെ വാലൻസി 4 ആണ്, ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സിമ്പിൾ എഴുതിയതിന് ശേഷം ദെൻ ഇൻ്റർചേഞ്ച് ദ വാലൻസി ആൻഡ് റൈറ്റ് ദം ആസ് ബേസ് ഇൻഡിസസ്. അപ്പോൾ നമ്മൾ ഈ വാലൻസിയെ ഇൻ്റർചേഞ്ച് ചെയ്ത് ബേസ് ഇൻഡെക്സ് ആയിട്ട്, അതായത് താഴെ എഴുതുന്നതിനാണ് ബേസ് ഇൻഡെക്സ് എന്ന് പറയുക. അപ്പോൾ കാർബണിന് കിട്ടിയ വാലൻസി ഓക്സിജൻ്റെ അടിയിലും ഓക്സിജൻ്റെ വാലൻസി കാർബണിൻ്റെ താഴെയായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, C2O4 എന്നാണ് കിട്ടുക. ദെൻ ഡിവൈഡ് ഈച്ച് ബേസ് ഇൻഡെക്സ് വിത്ത് ദ കോമൺ ഫാക്ടർ ഓഫ് ദ ഇൻഡിസസ്. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും സിംപ്ലിഫൈ ചെയ്യാൻ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിന് നമുക്ക് വേണമെങ്കിൽ എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദെൻ 2നെയും 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക C1O2 എന്നാണ്. ഇഫ് ദ ബേസ് ഇൻഡെക്സ് ഈസ് 1 ഇറ്റ് നീഡ് നോട്ട് ബി റിട്ടൺ. അല്ലേ, ബേസ് ഇൻഡെക്സ് 1 ആണെങ്കിൽ നമുക്കറിയാം അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ സോ ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി C1O2 ഓർ CO2. അപ്പോൾ നമ്മൾ ആ 1 എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? CO2. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് CO2 എന്നാണ്. CO2 ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷേ എങ്ങനെ എഴുതുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിൽ എലമെൻറ്റിൻ്റെ പേര് തന്നിട്ടുണ്ട്, വാലൻസി തന്നിട്ടുണ്ട്. എലമെൻറ്റ് 1 എലമെൻറ്റ് 2 എന്ന് പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും നെയിമും വാലൻസിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വാലൻസി വെച്ചിട്ട് കെമിക്കൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ സിമ്പിൾ K ആണ്, വാലൻസി 1 ആണ്. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് ഓക്സിജൻ ആണ്, ഓക്സിജൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ ഈ 2 എലമെൻറ്റും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ K2O എന്നായിരിക്കും എഴുതുക. അതായത് അല്ലേ, പൊട്ടാസ്യത്തിന് കിട്ടിയ വാലൻസി ഓക്സിജൻ്റെ താഴെയും ഓക്സിജൻ്റെ വാലൻസി പൊട്ടാസ്യത്തിൻ്റെ താഴെയുമാണ് ഇത്. അപ്പോൾ K2O എന്നാണ് കോമ്പൗണ്ടിൻ്റെ പേര് വരിക. ദെൻ സിങ്ക് Zn ആണ് സിമ്പിൾ, വാലൻസി 2. ക്ലോറിൻ്റെ സിമ്പിൾ ക്ലോറിൻ 1 ആണ്. അതായത് അപ്പോൾ നമുക്ക് എഴുതേണ്ടത് അവ രണ്ടും കൂടെ ക്ലോറിനും സിങ്കും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് ZnCl2 ആണ്. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് കാർബൺ C, വാലൻസി 4. ദെൻ ക്ലോറിൻ വാലൻസി 1. അപ്പോൾ കാർബണും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന കോമ്പൗണ്ട് CCl4 ആണ് വരിക. ദെൻ മാഗ്നീഷ്യം Mg, വാലൻസി 2. ഓക്സിജൻ വാലൻസി 2. സോ MgO എന്നാണ് ആൻസർ വരിക. അത് കാരണം Mg2O2 എന്ന് കിട്ടുന്നത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻസർ നമുക്ക് MgO എന്നാണ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെ എഴുതാമെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് ആസിഡിൻ്റെയും ബേസിൻ്റെയും കെമിക്കൽ ഫോമുല എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. You have learned about acids and bases in previous classes. Generally, acids release hydrogen ion and alkalis release hydroxyl or hydroxide ion when they dissolve in water. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ആസിഡുകൾ ഹൈഡ്രജൻ അയോൺ റിലീസ് ചെയ്യും. അതേപോലെ ആൽക്കലി OH- ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് എന്നോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നോ പറയാം. ഈ ഹൈഡ്രോക്സിലാണ് റിലീസ് ചെയ്യുന്നത്. ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് ടുഗദർ ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആർ കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക സാൾട്ടും വാട്ടറുമാണ്. ഈ ഒരു റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് us see how the chemical formula of acid can be written. Which are the ions derived from hydrochloric acid? Why is it a monobasic acid? നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HCl ആണ് സിമ്പിൾ. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള
അയോൺസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അയോണും ക്ലോറൈഡ് അയോണുമാണ്. അതായത് H+ഉം Cl- അയോണുമാണ്. സിൻസ് 1 molecule of hydrochloric acid contain 1 H+ and 1 Cl-, the chemical formula will be HCl. കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് HCl ആയിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അയോൺസ് ഏതൊക്കെയാണെന്ന്. വൈ ഈസ് ഇറ്റ് എ മോണോബേസിക് ആസിഡ്? നമുക്കറിയാം മോണോബേസിക് ആസിഡ് ആവുന്നത് അതിൽ ഒരു H+ അയോൺ മാത്രം ഉള്ളത് കൊണ്ടാണ് മോണോബേസിക് എന്ന് പറയുന്നത്. ഇനി അവിടെ 2 H+, 2 H+ അയോൺ ആണുള്ളതെങ്കിൽ അതിന് ഡൈബേസിക് എന്നാണ് പറയുക. ദ നെക്സ്റ്റ്, H+ and SO4 - are the ions derived from sulfuric acid. Sulfuric acid is a dibasic acid. Hence the chemical formula of sulfuric acid is H2SO4. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് H2SO4 ആണ്. The basicity and the negative ions of certain acids are given in table. Find their chemical formula and complete the table. ഇവിടെ ടേബിൾ 3.8 കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് അയോൺ, ആസിഡിൽ അടങ്ങിയിട്ടുള്ള നെഗറ്റീവ് അയോണും അതിൻ്റെ ബേസിസിറ്റിയുമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അത് വെച്ചിട്ട് നമുക്ക് കെമിക്കൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് അയോൺ Cl- ബേസിസിറ്റി 1. ഇവിടെ ബേസിസിറ്റി 1 ആയതുകൊണ്ട് ഒരു ഹൈഡ്രജനാണ് അവിടെ ചേർക്കേണ്ടത്. കെമിക്കൽ ഫോമുല ഓഫ് ആസിഡ് എന്ന് പറയുന്നത് HCl ആയിരിക്കും. അതായത് ഒരു ആസിഡാണ് പ്രസൻ്റ് എങ്കിൽ ബേസിസിറ്റി 1 എന്നാണ് പറയുക. അതേപോലെ ബേസിസിറ്റി 1 ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു H ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ദ നെക്സ്റ്റ് SO4 2-, അവിടെ ബേസിസിറ്റി 2 ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഹൈഡ്രജൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ SO4 2- എന്നുള്ളതിൽ H2SO4 എന്നാണ് എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് PO4 3-, അവിടെ ബേസിസിറ്റി 3 ആണ്. കെമിക്കൽ ഫോമുല H3PO4. ദെൻ NO3-, ബേസിസിറ്റി 1. കെമിക്കൽ ഫോമുല ഓഫ് ആസിഡ് എന്ന് പറയുന്നത് HNO3 ആയിരിക്കും. ദെൻ CO3 2-, ബേസിസിറ്റി 2. സോ കെമിക്കൽ ഫോമുല H2CO3. ദെൻ നെഗറ്റീവ് അയോൺ SO3 2-, ബേസിസിറ്റി 2. സോ കെമിക്കൽ ഫോമുല ഓഫ് ആസിഡ് ഈസ് H2SO3. ദെൻ ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ആൽക്കലീസ് ആർ ബേസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ, അല്ലേ? ആസിഡ് ആൻഡ് ബേസസ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിനാണ് ആൽക്കലി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് OH- അയോൺ പ്രസൻറ്റ് ഇൻ ആൽക്കലീസ് വിൽ ബി ഈക്വൽ ടു ദി ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. നേരത്തെ നമ്മൾ H+ അയോണിൻ്റെതും വെച്ചിട്ട് നെഗറ്റീവ് അയോണും കമ്പൈൻ ചെയ്തിട്ട് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുന്നതാണ് പഠിച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് OH- അയോൺ ആൽക്കലിയിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ആൽക്കലി എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ളതിനാണ് ആൽക്കലി എന്ന് പറയുന്നത്. അപ്പോൾ OH ഗ്രൂപ്പിൻ്റെ നമ്പറും പോസിറ്റീവ് അയോണിൻ്റെ നമ്പറും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് OH- അയോൺ പ്രസൻറ്റ് ഇൻ ആൽക്കലീസ് വിൽ ബി ഈക്വൽ ടു ദ ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. അപ്പോൾ പോസിറ്റീവ് അയോണിൻ്റെ ചാർജിൻ്റെ ഈക്വൽ ആയിരിക്കും OH- അയോണിൻ്റെ എണ്ണം എന്നാണ് പറയുന്നത്. നോക്കാം. വിച്ച് ഈസ് എ പോസിറ്റീവ് അയോൺ പ്രസൻറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്? അതായത് OHൻ്റെ ചാർജ് മൈനസ് ആയതുകൊണ്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് സോഡിയം അയോൺ ആയിരിക്കും. Na+. ഹൗ മെനി OH- അയോൺ ഈക്വൽ ടു പോസിറ്റീവ് ചാർജ് ഓൺ സോഡിയം അയോൺ വിൽ ബി പ്രസൻറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്? ഇവിടെ സോഡിയം അയോണിൻ്റെ ചാർജ് പ്ലസ് ചാർജാണ്. 1+ ചാർജ് ആയതുകൊണ്ട് അവിടെ എത്ര OH ഗ്രൂപ്പ് ഉണ്ടാവും? 1 OH ഗ്രൂപ്പ് 1. ഇഫ് സോ വാട്ട് ഈസ് എ കെമിക്കൽ ഫോമുല ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്? അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കെമിക്കൽ ഫോമുല എന്തായിരിക്കും? സോഡിയത്തിൻ്റെ സിമ്പൽ Na ആണ്. OH ഗ്രൂപ്പ്, അല്ലേ? ആൽക്കലി ആയതുകൊണ്ട്, ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ട് OH എന്നറിയാം. ഇവിടെ നമ്മൾ 1 ആയതുകൊണ്ട് 1 OH ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, NaOH. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 63. ദ പോസിറ്റീവ് അയോൺ ഓഫ് സം ബേസസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. ഫൈൻഡ് ദ കെമിക്കൽ ഫോമുല ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഇവിടെ പോസിറ്റീവ് അയോണാണ് തന്നിട്ടുള്ളത്. അതേപോലെ OH ഗ്രൂപ്പിൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. അത് വെച്ച് കെമിക്കൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് Na+ ആണ്. OH അയോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. കെമിക്കൽ ഫോമുല NaOH. നെയിം ഓഫ് ബേസ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ദെൻ നെക്സ്റ്റ് പോസിറ്റീവ് അയോൺ K+. നമ്പർ ഓഫ് OH അയോൺ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് KOH ആയിരിക്കും.
അതായത് പോസിറ്റീവ് അയോണിൻ്റെ എണ്ണവും ഒ എച്ചിൻ്റെ എണ്ണവും സെയിം ആണെന്നാണല്ലോ പഠിച്ചത്. അപ്പോൾ ഒരു 1+ ചാർജ് ആയതുകൊണ്ട് അവിടെ ഒ എച്ചിൻ്റെ എണ്ണം 1 ആണ്. സോ KOH എന്ന് പറയും. അതിൻ്റെ പേര് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ Ca2+. ഇവിടെ 2+ ചാർജ് ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് OH അയോൺ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അത് എഴുതുന്നത് ശ്രദ്ധിക്കുക, CaOH എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡാണ് 2 എന്ന് എഴുതുന്നത്. CaOH ട്വൈസ് എന്നാണ് വായിക്കുക. നെയിം ഓഫ് ബേസ് എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് അലൂമിനിയം Al3+ ആണ്. സോ 3+ ആയതുകൊണ്ട് 3 OH അയോൺ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ എഴുതുന്നത് AlOH ത്രൈസ് എന്നാണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് വായിക്കുന്നത്. ദെൻ Fe3+. നമ്പർ ഓഫ് OH അയോൺ 3 ആയിരിക്കും. കെമിക്കൽ ഫോമുല FeOH ത്രൈസ്. ഫെറിക് ഹൈഡ്രോക്സൈഡ്. ദെൻ Cu2+. 2+ ആയതുകൊണ്ട് നമ്പർ ഓഫ് OH അയോൺ 2 ആയിരിക്കും. CuOH ട്വൈസ്. കുപ്രിക് ഹൈഡ്രോക്സൈഡ് എന്നാണ് ഈ ബേസിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതാനും ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ലാസ്റ്റ് ടോപ്പിക്, കെമിക്കൽ ഫോമുല ഓഫ് സാൾട്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആസിഡ് ആൻഡ് ആൽക്കലി കമ്പൈൻ ടുഗദർ ടു ഫോം, ആസിഡ് ആൻഡ് ബേസസ് കമ്പൈൻ ടുഗദർ ടു ഫോം സാൾട്ട്. You know that acids and bases react to form salt and water through neutralization reaction അല്ലേ? ആസിഡും ബേസും കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. അതിന് ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് സാൾട്ട് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് നെഗറ്റീവ് അയോൺസ് ഓഫ് ആസിഡ്സ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ഓഫ് ബേസസ്. ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാൾട്ടും വാട്ടറുമാണ് കിട്ടുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ദ Na+ അയോൺ ഓഫ് NaOH and Cl- of HCl combine to form the salt NaCl. ഇവിടെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Na+OH- plus H+Cl- gives NaCl plus H2O. അതായത് OHും Hും കമ്പൈൻ ചെയ്താൽ H2O കിട്ടും. പിന്നെ ബാക്കി വരുന്നത് NAയും Clഉം ആണ്. NAയും Clഉം കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന NaCl എന്ന് പറഞ്ഞാൽ സാൾട്ട് ആയിരിക്കും. സാൾട്ട് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സാൾട്ട്, constituent ion combine in such a way that the sum of the charges of the positive ion and the negative ion is 0. അതായത് ഒരു കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് കോമ്പൗണ്ടിന് മേലെ നമ്മൾ ചാർജ് ഒന്നും എഴുതുന്നില്ല. കോമ്പൗണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതായത് കമ്പൈൻ ചെയ്യുന്ന പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ചാർജ് ഒന്നും വരാത്തത്. The sum of the charges of the positive ion and the negative ion in a salt will be 0. അതായത് ഒരു സാൾട്ടിലുള്ള പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും സം എന്ന് പറയുന്നത്, സം ഓഫ് ദ ചാർജസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് NaCl എന്നുള്ളതിൽ Na+Cl മൈനസ് എന്ന് എഴുതാത്തത്. നമ്മൾ NaCl എന്നാണ് കോമ്പൗണ്ട് ചെയ്തത്. ദെൻ ലെറ്റ് us see how the chemical formula of salt can be written. എങ്ങനെയാണ് ഒരു സാൾട്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. While writing the chemical formula of salt, first write the symbol of the positive ion and then the symbol of the negative ion. അപ്പോൾ നമ്മൾ സാൾട്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുന്ന സമയത്ത് ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ സിമ്പലും പിന്നെ നെഗറ്റീവ് അയോണിൻ്റെ സിമ്പലുമാണ് എഴുതേണ്ടത്. ഇതിൽ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ദ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ദ ചാർജ് ഓഫ് ഈച്ച് അയോൺ ഓർ റാഡിക്കൽ ആൻഡ് റൈറ്റ് ദം ആസ് ബേസ് ഇൻഡിസസ്. അതായത് ഓരോ അയോണിൻ്റെയും ചാർജ്, അയോണിൻ്റെയോ അല്ലെ റാഡിക്കലിൻ്റെയോ ചാർജ് ദെൻ ബേസ് ഇൻഡസസ് ആയി എഴുതി ഇൻ്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് വാലൻസി ഇൻ്റർചേഞ്ച് ചെയ്തിരുന്നു. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിന് കിട്ടിയ വാലൻസി നെക്സ്റ്റ് ആറ്റത്തിൻ്റെ താഴെയായിട്ട് എഴുതുന്നതിനാണ്. അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ആറ്റത്തിൻ്റെ അയോണിൻ്റെയോ റാഡിക്കലിൻ്റെയോ ചാർജ് ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം ബേസ് ഇൻഡസസ് ആയി എഴുതുക. ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ സിമ്പലിൻ്റെ താഴെ എഴുതുന്നതിനാണ് ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്. ദെൻ simplify the base indices and write them as the smallest possible whole number ratio. അതായത് ഈ കിട്ടിയിട്ടുള്ള ബേസ് ഇൻഡസ് ആയിട്ട് എഴുതിയതിന് ശേഷം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, നമ്മൾ കോമ്പൗണ്ടിൽ ചെയ്ത പോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാൻ, സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിച്ച് ഈസ് ദ പോസിറ്റീവ് അയോൺ ഇൻ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്? നമുക്കറിയാം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ് എന്നാണ് എഴുതുക. അതായത് Mg ആയിരിക്കും ഇവിടെ പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത്. വിച്ച് ഈസ് എ നെഗറ്റീവ് അയോൺ ഇൻ ഫോസ്ഫോറിക് ആസിഡ്? ഫോസ്ഫോറിക് ആസിഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് H3PO4 ആണ്. ഇവിടെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് PO4 ആയിരിക്കും. Then let us see how the chemical formula of the salt magnesium phosphate, which is formed from magnesium hydroxide and phosphoric acid, is written. അപ്പോൾ
അതായത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഫോസ്ഫോറിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന സാൾട്ട് മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതെങ്ങനെ എഴുതാനാണ് നോക്കുന്നത്. ടു ഡിറൈവ് ദ കെമിക്കൽ ഫോർമുല ഫസ്റ്റ് റൈറ്റ് ദ സിമ്പൽ ഓഫ് ദ പോസിറ്റീവ് അയൺ ആൻഡ് ദെൻ ദ സിമ്പൽ ഓഫ് ദ നെഗറ്റീവ് അയൺ. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ആദ്യം പോസിറ്റീവ് അയണും പിന്നെ നെഗറ്റീവ് അയണുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ MgPO4 എന്നാണ് എഴുതുന്നത്. ദെൻ റൈറ്റ് ദ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ദ ചാർജ് ഓഫ് ഈച്ച് അയോൺ ഓർ റാഡിക്കൽ ആസ് ബേസ് ഇൻഡെക്സ് ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് ദം. നമുക്കറിയാം Mg2+ ആയതുകൊണ്ട് PO4 എന്നുള്ളതിൻ്റെ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ PO4 ആണ് ഇവിടെ. ആ റാഡിക്കലിൻ്റെ അടിയിൽ എഴുതുക. ദെൻ Mgയിലെ അടിയിൽ PO4ൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. അത് 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക Mg3PO4 ട്വൈസ് എന്നാണ്. അതായത് PO4 എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നിച്ചുള്ളതാണ്. അതുകൊണ്ട് PO4ന് നമ്മളൊരു കോമൺ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് അതിന് പുറമായിട്ടാണ് 2 എഴുതേണ്ടത്. From this you have understood that the chemical formula of magnesium phosphate is Mg3PO4 twice എന്നാണ് ഇത് വായിക്കുന്നത്. Next, let us see how the chemical formula of the salt calcium phosphate formed by the reaction between sulfuric acid and calcium hydroxide is written. അപ്പോൾ സൾഫ്യൂരിക് ആസിഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു സാൾട്ടാണ് കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. വിച്ച് ഈസ് പോസിറ്റീവ് ആണ് ഇൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്? CH ട്വൈസ് എന്നാണ് കെമിക്കൽ ഫോർമുല കാൽസ്യം ഹൈഡ്രോക്സൈഡിന്. അവിടെയുള്ള പോസിറ്റീവ് അയൺ എന്ന് പറയുന്നത് Ca ആയിരിക്കും. ദെൻ വിച്ച് ഈസ് എ നെഗറ്റീവ് അയൺസ് ഇൻ സൾഫ്യൂരിക് ആസിഡ്? SO4. To derive the chemical formula, first write the symbol of the positive ion and then the symbol of the negative ion. ആദ്യം പോസിറ്റീവ് അയണിൻ്റെ സിമ്പലും പിന്നെ നെഗറ്റീവ് അയണിൻ്റെ സിമ്പലുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുക CaSO4 എന്നാണ്. Then write the number indicating the charge of each ion or radical as base index after interchanging them. അതായത് ഈ റാഡിക്കലിൻ്റെയോ അയോണിൻ്റെയോ ചാർജ് ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ CAൻ്റെ ചാർജ് എന്ന് പറയുന്നതും 2 ആണ്, SO4ൻ്റെ ചാർജ് എന്ന് പറയുന്നതും 2 ആണ്. അപ്പോൾ നമുക്ക് Ca2SO4 ട്വൈസ് എന്ന് എഴുതാം. You got Ca2SO4 twice as a formula after interchanging the base indices. അതായത് ഇൻഡിസസ് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നോട്ട് ഹൗ ദ ബേസ് ഇൻഡിസസ് ആർ സിംപ്ലിഫൈഡ് ആ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. നേരത്തെ നമ്മൾ കോമ്പൗണ്ടിൽ ചെയ്ത പോലെ തന്നെ ഈ രണ്ടും ബേസ് 2 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ CaSO4 എന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയ നമ്പർ ആണെങ്കിൽ, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ആണെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ചെറിയ രൂപത്തിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ആ 3 സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം. അതായത് ഫസ്റ്റ് പോസിറ്റീവ് അയണിൻ്റെ സിമ്പൽ എഴുതുക, ദെൻ നെഗറ്റീവ് അയണിൻ്റെ സിമ്പൽ എഴുതുക. ദെൻ അതിന് ശേഷം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അയോണിൻ്റെയോ അല്ലെങ്കിൽ റാഡിക്കലിൻ്റെയോ ചാർജ് ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം ബേസ് ഇൻഡെക്സ് ആയിട്ട് താഴെ എഴുതുക എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തേർഡ് സ്റ്റെപ്പിൽ എന്തിനെ അത് സിംപ്ലിഫൈ ചെയ്യാം. ദെൻ ലാസ്റ്റായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ. ആ ടേബിൾ പോസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്, നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്, നെയിം ഓഫ് സാൾട്ട് എഴുതണം, അതേപോലെ കെമിക്കൽ ഫോർമുലയാണ് നമുക്ക് എഴുതേണ്ടത്. ദെൻ പോസിറ്റീവ് അയൺ Mg2+ ആണ്, മെഗ്നീഷ്യം അയോൺ ആണ്. നെഗറ്റീവ് അയൺ എന്ന് പറയുന്നത് Cl- ആണ്, ക്ലോറൈഡ് അയോൺ ആണ്. അപ്പോൾ നെയിം ഓഫ് സാൾട്ട് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡ് എന്നായിരിക്കും. ദെൻ കെമിക്കൽ ഫോർമുല MgCl2 എന്നാണ് വരുന്നത്. അതായത് Clൻ്റെ മേലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 1- ആണ്, Mgൻ്റെ മേലുള്ളത് 2+ ആണ്. അപ്പോൾ Mgയുടേത് Clൻ്റെ താഴെയും Clൻ്റെ താഴെയുള്ള ചാർജ്, Clൻ്റെ മേലുള്ള ചാർജ് Mgയുടെ താഴെയായിട്ട് ബേസ് ഇൻഡെക്സ് ആയിട്ടാണ് ഇത്. അപ്പോൾ MgCl2 എന്നാണ് ആൻസർ വരിക. ദ നെക്സ്റ്റ് മെഗ്നീഷ്യം അയോൺ Mg2+, SO4 സൾഫേറ്റ് അയോൺ. ഇത് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന നെയിം ഓഫ് സാൾട്ട് എന്ന് പറയുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ദെൻ കെമിക്കൽ ഫോർമുല MgSO4. ദ നെക്സ്റ്റ് കാൽസ്യം അയോൺ Ca2+, കാർബണേറ്റ് CO3 2-. അതിൻ്റെ നെയിം ഓഫ് സാൾട്ട് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും. അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaCO3. ദെൻ NH4+ അമോണിയം അയോൺ Cl- ക്ലോറൈഡ് അയോൺ. നെയിം ഓഫ് സാൾട്ട് അമോണിയം ക്ലോറൈഡ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല NH4Cl. ദെൻ നെക്സ്റ്റ് NH4+ അമോണിയം അയോൺ PO4 3- ഫോസ്ഫേറ്റ് അയോൺ. ദെൻ നെയിം ഓഫ് സാൾട്ട് എന്ന് പറയുന്നത് അമോണിയം ഫോസ്ഫേറ്റ് ആയിരിക്കും. അതിൻ്റെ കെമിക്കൽ ഫോർമുല NH4 ത്രൈസ് PO4. ദെൻ Ca2+ കാൽസ്യം അയോൺ PO4 3- ഫോസ്ഫേറ്റ് അയോൺ. ദെൻ നെയിം ഓഫ് സാൾട്ട് കാൽസ്യം ഫോസ്ഫേറ്റ്. ദെൻ കെമിക്കൽ ഫോർമുല Ca3PO4
twice. Then last sodium Na plus sodium ion, SO4 2 minus sulfate ion. Then name of salt sodium sulfate. Then the chemical formula Na2SO4. ഈ ടേബിൾ ഫില്ല് ചെയ്യുന്നതോടുകൂടി ഏകദേശം നിങ്ങൾ കെമിക്കൽ ഫോമുല എഴുതാൻ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽ ഫോമുല എഴുതാൻ പഠിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട്, ആസിഡ്, ആൽക്കലി ആൻഡ് സാൾട്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.